നമസ്കാരം. ലൈവ് ന്യൂസിൻ്റെ ഓസാണ്. നമ്മുടെ തവനൂർ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ നമ്മുടെ തവനൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 16 കാട്ടുപന്നികൾ വെടിവെച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ഈ പന്നിവേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പന്നിവേട്ട ഇവിടെ പിടിക്കുന്നിടത്തോളം കൂടുന്ന പോലെയാണ്. ഇപ്പോൾ ഞങ്ങളിതിപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇത് വന്ന് കഴിഞ്ഞ ഫസ്റ്റിലെ വരുമല്ലോ നമ്മളൊന്ന് 20 കിട്ടി. പിന്നത്തെ അവരൊന്ന് മഴയായിരുന്നു. ഇപ്പോൾ ഉണ്ട്, ഇന്നലെ ഇപ്പോൾ 16 ഉണ്ട്. പന്നികൾ കൂടി വരികയാണ്. ഇനിയും പന്നികളുടെ സാന്നിധ്യം തവനൂർ പഞ്ചായത്തിൻ്റെ പോകുന്നത് പുഴയിൽ വെള്ളം ഓവർഫ്ലോ വന്നപ്പോൾ പുഴയിലുള്ള പന്നികളും കൂടി ഇങ്ങോട്ട് മേലേക്ക് കരഭാഗങ്ങളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇത്രയും എണ്ണം ഒരു നെൽവയലുകളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നെൽകൃഷിയൊക്കെ ഒരു ദിവസം ഇത്രയും എണ്ണം ഒരു മണിക്കൂർ കൊണ്ട് ഒരു ഏക്കർ സ്ഥലം നെല്ല് നശിപ്പിക്കുന്ന പ്രവണതയാണ്. ഇത്ര എണ്ണം പന്നികൾ ഒരു ദിവസം നെല്ലിലിറങ്ങിയാൽ ഒരു മണിക്കൂർ നേരം ഇറങ്ങിയാൽ. അപ്പോൾ ഇത്രയും എണ്ണത്തിൻ്റെ ശല്യം ഒഴിവായത് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് അതിന് പ്രത്യേകം ഇടപെടൽ ഒരു ദിവസം 2-3 പ്രാവശ്യം വിളിക്കും. എന്തായാലും വരണമെന്നും പറഞ്ഞു. പ്രസിഡന്റിൻ്റെ പ്രത്യേക ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒഴിവില്ലാത്ത സമയത്തും തവനൂർക്ക് ഞങ്ങളൊരു പ്രത്യേക സമയം കണ്ടെത്താറുണ്ട്. പ്രത്യേകിച്ച് പ്രസിഡന്റിൻ്റെ സമീപനവും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ മെമ്പർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ രാവിലെ നേരം പുലരുന്നവരെ ഞങ്ങളുടെ കൂടെ ഒരു മെമ്പറും ഈ ജലീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഞങ്ങളുടെ കൂടെ വിവിധ വാർഡുകളിൽ പന്നിയുള്ള ഭാഗങ്ങൾ കാണിച്ചു തരും വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് പന്നികളുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. പ്രദേശങ്ങളുടെ പേരോ സ്വഭാവമോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അതിനുകൂടി ഇങ്ങനെ മെമ്പർമാർ ഇതുപോലെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സാധനങ്ങളെ ഇനിയും പിടിക്കാൻ സാധിക്കും. ഞങ്ങൾക്കും അതൊരു വലിയ സൗകര്യമായി, വലിയൊരു സഹായമായി. അവരെ നേരം പുലരുന്നവരെ ഈ 2 മെമ്പർമാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായി. അത് വലിയ ജനസേവനം തന്നെയാണ്. ഇത് പന്നികളെ സംബന്ധിച്ചിടത്തോളം ഈ തവനൂർ പഞ്ചായത്തിൻ്റെ ഒരു പകുതി ഭാഗങ്ങൾ ഇന്നലെ ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി കവർ ചെയ്യാനുണ്ട് എന്നാണ് എൻ്റെ ഒരു കാര്യം. അതുകൂടി അടുത്ത ഒരു വരവുകൂടി ഞങ്ങൾ ചെയ്യും. പന്നികൾ പൂർണ്ണമായും തുടച്ചു നീക്കും. അതെ, അതിനാണ് നമ്മൾ ലക്ഷ്യം. അതെ അതിനാണല്ലോ ഇപ്പോൾ നമ്മൾ നെൽക്കെട്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ 3-ാം ഘട്ടമാണ് ഇപ്പോൾ ഈ തവണ നമ്മൾ പന്നി പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇത്. ഫസ്റ്റിൽ 20 പിടിച്ച്, പിന്നെ 2-ാം ഘട്ടത്തിൽ വന്നപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ വരുന്നത് ആകെ 2 നമുക്ക് പിടിക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ 3-ാം തവണയാണ് ഇപ്പോൾ ഇത് വന്നത്. ഇനിയും വരും. പിന്നെ സെക്യൂരിക്ക ഏത് സമയത്തും വിളിച്ചാൽ തയ്യാറാണെന്നുള്ളതാണ് നമ്മളെ ഒരു അനുകൂല നിലപാട്. കാരണം എന്താ വെച്ചാൽ ചില സാഹചര്യത്തിൽ വരാൻ പറ്റില്ല. ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വിഷയം ഉണ്ടാവാറുണ്ട്. എന്നാലും പരമാവധി നമ്മളോട് സഹകരിച്ചുകൊണ്ട് തന്നെ അവർ പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു കാര്യങ്ങൾക്ക് എളുപ്പമായിട്ട്. അതേപോലെ പഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വൈസ് പ്രസിഡൻറ്റും ഒക്കെ അതിനോട് പരിപൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ സുഖർക്ക് പറഞ്ഞ മാതിരി നമ്മളെ ജലീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏത് സമയത്താണെന്നുണ്ടെങ്കിലും വരുമ്പോൾ ഫുൾ ടൈം കൂടെ ഉണ്ടാവുന്ന ഒരാളാണ്. അതേപോലെ ഇന്നലെ ഷാഫി മെമ്പർ, ഫാദ് മെമ്പറൊക്കെ ഇന്നലെ 8 മണി മുതൽ പുലർച്ചെ 5 മണി വരെ കൂട്ടത്തിനുണ്ട്. ഇപ്പോഴും ജലീൽ നമ്മളെ കൂടെ ഉണ്ട്. അതേപോലെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന എല്ലാ ആളുകളും, അതേപോലെ നാട്ടുകാർ, പിന്നെ ഈ ഇതിന് സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത് ഫാമിൻ്റെ അധികൃതർ, എല്ലാം നമ്മളോട് കൂടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വൃത്തിയായി തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഓരോ ഘട്ടത്തിൽ വന്നുകൊണ്ട് ഈ തവനൂർ പഞ്ചായത്തിൽ നിന്ന് പന്നികളെ അപ്പാടെ തുടച്ചു നീക്കുന്നതിനുള്ളൊരു സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരായ നമ്മളെ സുഹൃത്തുക്കളോട് അറിയിക്കാനുള്ളത്. എന്തായാലും അതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.